തുറവൂർ ഉയരപാത നിർമ്മാണത്തിനിടെ ഗർഡറുകൾ തകർന്ന് മരിച്ച ഡ്രൈവർ രാജേഷിന്റെ കുടുംബത്തിന് കരാർ കമ്പനി 25 ലക്ഷം രൂപ ധനസഹായം നൽകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 4 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി വിനയ ചേരുന്നുണ്ട്. വിനയ, രാജേഷിന്റെ കുടുംബത്തിന് കരാർ കമ്പനിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമടക്കം ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ. കാർത്തു, രാജേഷിന്റെ മരണം സംഭവിച്ചതിന് പിന്നാലെ തന്നെ കുടുംബം ധനസഹായം ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും കുടുംബം ഉന്നയിച്ച കാര്യം ധനസഹായം ലഭിച്ചാൽ മാത്രമേ ഈ മൃതശരീരം ഏറ്റെടുക്കൂ, രാജേഷിന്റെ മൃതശരീരം ഏറ്റെടുക്കൂ എന്നായിരുന്നു കുടുംബം ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണെങ്കിലും ദേശീയപാത അതോറിറ്റി ആണെങ്കിലും ഇപ്പോൾ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡ്രൈവർ രാജേഷിന്റെ കുടുംബത്തിന് ദേശീയപാത അതോറിറ്റി അല്ല, കരാർ കമ്പനിയാണ്. കരാർ കമ്പനി 25 ലക്ഷം രൂപയാണ് ധനസഹായം നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ സംസ്കാര ചടങ്ങുകൾക്കായി 40,000 രൂപ നൽകുമെന്നും കരാർ കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 4 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ രാജേഷിന്റെ മൃതദേഹം ആലപ്പുഴയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മരണം സംഭവിച്ചതിന് പിന്നാലെ തന്നെ കുടുംബ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല. ഇതിനൊരു തീരുമാനമുണ്ടായാൽ മാത്രമേ ഈ മൃതദേഹം ഞങ്ങൾ ഏറ്റെടുക്കും, ധനസഹായം ലഭിച്ചേ പറ്റൂ എന്ന് കുടുംബം ആരോപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കരാർ കമ്പനി അടക്കം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ ഈ അപകടത്തിന് പിന്നാലെ തന്നെ കരാർ കമ്പനിക്കെതിരെ പ്രതിഷേധവുമായും നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും രംഗത്ത് വരുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയായിരുന്നു കരാർ കമ്പനിക്കെതിരെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു ഈ ഒരു അപകടമുണ്ടായത്. പ്രധാനമായും ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണത്തിനിടെയാണ് ഗർഡറുകൾ ഈ പിക്കപ്പ് വാനിന് മുകളിലേക്ക് പതിച്ചിട്ടുണ്ടായിരുന്നത്. 80 ടണ്ണോളം ഭാരമുള്ള 2 ഗർഡറുകൾ അതിൽ നിലത്തേക്ക് പതിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് പൂർണ്ണമായും ഈ പിക്കപ്പ് വാനിന്റെ മുകളിലേക്കായിരുന്നു പതിച്ചത്, മറ്റേത് ഭാഗികമായിട്ടായിരുന്നു പതിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഏകദേശം 3 മണിക്കൂറോളം പണിപ്പെട്ടാണ് ഈ മൃതദേഹം പിക്കപ്പ് വാനിൽ നിന്നും പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഗർഡറിന്റെ ഒരു വശം ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയ ശേഷമായിരുന്നു ഈ ഒരു വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നിരുന്ന രാജേഷിനെയും പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെയായിരുന്നു വഴിവെച്ചിട്ടുണ്ടായിരുന്നത്. നാട്ടുകാരടക്കം തന്നെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും നാട്ടുകാർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആകാശപാതയുടെ പണി തുടങ്ങുമ്പോൾ മുതൽ തന്നെ നിരന്തരം ഈ ഒരു അപകടം ഉണ്ടാകുന്ന സാഹചര്യവും കൂടുതലായിരുന്നു. ഈ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലും വേണ്ട നടപടികളൊന്നും തന്നെ എടുക്കാൻ സർക്കാരോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വകുപ്പോ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നും നാട്ടുകാരടക്കം ആരോപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ ഉയരപാതയുടെ പണി കഴിഞ്ഞ ഭാഗങ്ങളിലാണെങ്കിലും ഈ നിർമ്മാണ സാധനങ്ങളടക്കം തന്നെ റോഡിന് ഇരുവശത്തും കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കാൽനട യാത്രക്കാരടക്കം തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ സ്ഥലത്തിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. റോഡിന് ഇരുവശത്തുമായി ഈ സാമഗ്രികളടക്കം തന്നെ കൂട്ടിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ റോഡിലൂടെയാണ് കാൽനട യാത്രക്കാരടക്കം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ ഉയരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇത് ആദ്യമായി വരുന്ന ഒരു അപകടമല്ല. തുടരെ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വിവിധ സ്ഥലങ്ങളിലായ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഏകദേശം 50ഓളം ജീവനുകളാണ് ഇതിനിടെ തന്നെ പൊലിഞ്ഞിട്ടുണ്ടായിരുന്നത്. 2022 ഇതിന്റെ പണി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. 2026 ഈ കരാർ കമ്പനിയുടെ കാലാവധി അവസാനിക്കുന്നത്. ഇതുവരെ ഏകദേശം 50ഓളം ജീവനുകൾ അവിടെ നഷ്ടമാകുന്നു. കൂടാതെ തന്നെ 100ഓളം ചെറുതും വലുതുമായ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ആംബുലൻസ് അടക്കം തന്നെ ഗതാഗത കുരുക്കിൽ പെട്ടുപോകുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും തങ്ങൾ വേണ്ട നടപടികൾ വേണമെന്നാവശ്യപ്പെട്ട് അധികാരികളെ സമീപിക്കുമ്പോഴും വേണ്ട നടപടികൾ അധികാരികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ആ അപകടങ്ങളുടെ എല്ലാം തന്നെ ഒടുക്കത്തെ ഒരു ഉദാഹരണമാണ് ഈ രാജേഷ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ദാരുണമായിട്ടുള്ള ഒരു സംഭവം, ദാരുണമായിട്ടുള്ള ഒരു മരണം തന്നെയാണ് നടന്നിരിക്കുന്നത്.